എൻ്റെ അമ്മച്ചിക്ക് ഈ വായിൽ ഒരു വായ്പുണ്ണ് വന്നു, വ്രണം ആയിട്ട് വന്നു. പിന്നെ അതങ്ങ് വലുതാകാൻ തുടങ്ങി. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുവന്നു. ആശുപത്രി ചെന്നപ്പോഴേക്കും ഡോക്ടർ ഒരാഴ്ചത്തെ മരുന്ന് തന്നു, ബി കോംപ്ലക്സ് ഗുളികയൊക്കെ ആയിട്ട്. പക്ഷേ വന്നു കഴിഞ്ഞിട്ടും പിന്നെ പുതിയതായിട്ട് ഓരോന്ന് ഉണ്ടാവുകയാണ് തുടങ്ങിയത്. വായുടെ എല്ലാ ഭാഗത്തുമായ ചുണ്ടിൽ, നാവിൻ്റെ ഒരു ഇച്ചിരി ഭാഗം മുറിഞ്ഞ പോലെ അവിടെ വലുതായിട്ട് വ്രണങ്ങൾ, എല്ലായിടത്തും വ്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ല. പിന്നെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ തല ആണെങ്കിൽ വെട്ടിപ്പൊളിയണ പോലെ പുറകിൽ ഭയങ്കര വേദനയെന്നാണ് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി കുറേയൊക്കെ സഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അമ്മച്ചിക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. വളരെയധികം ഞാൻ വിഷമിച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും കുറവില്ലാണ്ടായപ്പോൾ ഒരു ENT വിദഗ്ധനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇത്തിരി ഗുരുതരമാണ്, നിങ്ങൾ ബയോപ്സിക്ക് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. പിന്നെ നമ്മുടെ ശക്തമായ ഒരു മാതാവ് നമുക്കുണ്ടല്ലോ, അപ്പോൾ കൃപാസന മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. വളരെ കരഞ്ഞ് അമ്മയോട് അപേക്ഷിച്ചു, അമ്മേ ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ അമ്മേനെ മോചിപ്പിക്കണമേ. അമ്മ എനിക്ക് ഈ അത്ഭുതം നടത്തി തന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ നേർച്ച നേർന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് കുറേശ്ശെ അമ്മച്ചിക്ക് മാറ്റം ഉണ്ടായി. അമ്മച്ചി വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ വായിലെ വ്രണങ്ങളെല്ലാം കുറേശ്ശെ മാറി, അത് കുറഞ്ഞു. നാവിലെ പാട് തന്നെ പൂർണ്ണമായി മാറി. അങ്ങനെ പിന്നീട് മരുന്ന് മേടിക്കാനൊന്നും പോകേണ്ടി വന്നില്ല, ബയോപ്സി ഒന്നും എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ മാതാവ് വളരെയധികം വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ വീട്ടിൽ തന്നു.